സമയട്ടാ ഇപ്പോ നമ്മുടെ ആശാസമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കൂടിയിട്ട് മാർച്ചിൽ കൂടെ പോയിട്ടേ ഉള്ളൂ. നമ്മുടെ സാംസ്കാരിക മേഖലയും അതേപോലെ തന്നെ ഒരു ജനകീയ സമരമായിട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷെ ഇന്ന് ഭരണപക്ഷത്തുള്ളത് ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ്. അതിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ളത് സി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? മാർക്സിസ്റ്റ് എന്നാണ്. പക്ഷെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള ഞങ്ങൾ പ്രവർത്തിക്കുന്നതടക്കം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ആശാസമരത്തിന് സമയം എങ്ങനെയാ കാണുന്നത്? ഞാൻ ഈ ആശാസമരത്തിൻ്റെ ഇപ്പോൾ കാണുന്നത് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ വർഗീയ ഫാസിസം പോലെ തന്നെ എതിർക്കപ്പെടേണ്ട ഒരു പൊളിറ്റിക്കൽ ഫാസിസത്തിൻ്റെ ഭീകരമുഖമാണ് ആശാസമരത്തെ നേരിടുന്നതിലൂടെ കേരള സർക്കാർ കാണിച്ചു തരുന്നത്. മറ്റേത് വർഗീയതയുടെ ഫാസിസമാണെങ്കിൽ ഇത് പൊളിറ്റിക്കൽ ഫാസിസമാണ്. ഞങ്ങൾ ഭരിക്കുന്നു, ഞങ്ങൾക്കെതിരെ ഒരു തൊഴിലാളി വർഗം ഒരു സമരം നടത്താൻ പാടില്ല. ഈ ആശാസമരം തുടങ്ങിയ കാലം മുതൽ CPIM-ന്റെ നേതാക്കന്മാരും ഭരണത്തിലെ മന്ത്രിമാരും സാംസ്കാരിക മന്ത്രി എന്ന് പറയുന്ന സജി ചെറിയാൻ അടക്കമുള്ളവർ ഈ സമരത്തെക്കുറിച്ച് പറഞ്ഞ എല്ലാ കമന്റുകളും ഈ സമരം ചെയ്യാൻ ഇവർക്ക് എന്താ അവകാശം? തൊഴിലാളികളുടെ പേരിൽ സമരം ചെയ്യാൻ ഇവർക്ക് എന്താ അവകാശം? ഇവര് പാട്ടപ്പിരിവുകാരാണ്, ഒരാളില്ലാ പാർട്ടികളാണ് എന്നെല്ലാമാണ് ആദ്യം മുതലേ തുടങ്ങിയ ആക്ഷേപം. കാരണം ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന SUC എന്ന സോഷ്യൽ യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ് ഈ ആശാസമരത്തിന്റെ ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാർ എന്നുള്ള സഖാവ് മിനി അടക്കമുള്ളവര്. അതുകൊണ്ടാണ് ഇവര് പറയുന്നത് ഇവര് സമരം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫാസിസത്തിന്റെ മുഖമാണ് കേരള സർക്കാർ ഇന്ന് കാണിക്കുന്നത്. അതായത് ഒരു ആഢ്യത്വത്തിന്റെയും അധികാരത്തിന്റെയും സ്വഭാവമുള്ള ഞങ്ങളാണ് അധികാരികളായി. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ അധികാരികളായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരല്ല അധികാരികൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ അധികാരികളായാലും അവർ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. ഇത് കമ്മ്യൂണിസ്റ്റ് സ്വഭാവമില്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണത് പണ്ട് പറഞ്ഞു വന്നവരാ. പക്ഷെ ഞങ്ങൾ ഇന്ന് അധികാരികളാ. സോ ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങൾ തൊഴിലാളികളായിട്ട് പോലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ആശാസ വർക്കേഴ്സിന് തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ തയ്യാറില്ല. കാരണം അവര് പറയുന്ന വളരെ മൃദുവായ കുറച്ച് കാര്യങ്ങളാ. അവര് പറഞ്ഞു ഞങ്ങളുടെ ശമ്പളത്തിൽ ഒരു ചെറിയ വർധനവ്. ഇവര് പറയുന്നത് കാശ്